ഫുട്ബോൾ കളിക്കുന്നത് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഗ്രൗണ്ടിലാണ്. കഴിഞ്ഞ ഒരു 150 വർഷം അല്ലെങ്കിൽ ഒരു ഒന്നൊന്നര നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഫുട്ബോളിൻ്റെ ഈ അളവുകളോ അല്ലെങ്കിൽ അത് കളിക്കുന്ന ഗ്രൗണ്ടിൻ്റെ രീതിയിലോ നമ്മൾ ഉപയോഗിക്കുന്ന പന്തിൻ്റെ കാര്യങ്ങളിലോ അല്ലെങ്കിൽ അത് കളിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിലോ ഒന്നിലും ഒരു മാറ്റം വന്നിട്ടില്ല. പക്ഷേ ഇപ്പോഴും നമ്മൾ ഇന്ന് കാണുന്ന മാഞ്ചസ്റ്റർ സിറ്റിയുടെ അല്ലെങ്കിൽ പെപ് ഗാർഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റി കളിക്കുന്ന ഈ കളി തന്നെയാണ് 1860കളിലെ വിക്ടോറിയൻ കാലഘട്ടത്തിലും കളിച്ചിരുന്ന കളി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ നടക്കുന്ന ഒരു അദൃശ്യമായ ഒരു യുദ്ധമുണ്ട്. സ്പേസിനും ടൈമിനും വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് സ്പേസ് എന്ന് പറയുന്ന ഒരു അദൃശ്യമായ യുദ്ധം നിങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഈ കഴിഞ്ഞ 150 വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ ഒന്നര നൂറ്റാണ്ടിലേറെയുള്ള ഫുട്ബോളിൻ്റെ ടാക്ടിക്കൽ എവല്യൂഷൻ, ഈ പറഞ്ഞ സ്പേസിനും ടൈമിനും വേണ്ടിയിട്ടുള്ള ഒരു വാർ അല്ലെങ്കിൽ ഒരു യുദ്ധം എങ്ങനെയാണ് ഈ കാലഘട്ടത്തിലൂടെ ഇവോൾവ് ചെയ്തു വന്നത് എന്ന് നമുക്ക് നോക്കാം. ഹലോ എവരിവൺ, ഐ എം അശ്വത് ദേവൻ. ലെറ്റ്സ് അനലൈസ് സം ഫുട്ബോൾ. വെൽക്കം ടു ദേവൻ ലൈസ്. തുടക്കത്തിൽ അങ്ങനെ ഒരു പ്രത്യേകതരം ഫോർമേഷനോ സിസ്റ്റമോ ഒന്നും ഫുട്ബോളിൽ ഉണ്ടായിരുന്നില്ല. കളി ഏതാണ്ട് റഗ്ബി എന്ന് പറയുന്ന ഗെയിമിനോട് സമാനമായിരുന്നു. പന്ത് കിട്ടിക്കഴിഞ്ഞാൽ മുമ്പിലോട്ട് നോക്കി ഒരൊറ്റ ഡ്രിബ്ലിങ്, ഒരൊറ്റ ഓട്ടം, പന്തുമായി ഓടുക എന്നുള്ളതായിരുന്നു. പാസിംഗ് എന്ന് പറയുന്നത് വളരെ ഒരു ഭീരുത്വമായ രീതിയിലായിരുന്നു അന്ന് കണ്ടിരുന്നത്. പന്തുള്ള ആൾ പന്ത് പോയിട്ട് ഡ്രിബിൾ ചെയ്യുക, ബാക്കിയുള്ളവർ അതിൻ്റെ പിന്നാലെ അത് ബോൾ മിസ്സായി കഴിഞ്ഞാൽ അതെടുത്ത് വീണ്ടും അറ്റാക്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ ആകെ മൊത്തത്തിലൊരു കയോസ് ആയിരുന്നു. ഒരു മൊത്തത്തിലൊരു എന്താ പറയുക, ഒരു തരത്തിലുള്ള അടുക്കും ചിട്ടയും ഒന്നുമില്ലാത്ത ഒരു തരത്തിലുള്ള ഒരു കളി. എന്നാൽ സ്കോട്ട്ലാൻഡുകാർക്ക് ഒരു കാര്യം മനസ്സിലായി: പന്ത് മനുഷ്യനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ സ്കോട്ട്ലാൻഡിൽ ക്യൂൻസ് പാർക്ക് റേഞ്ചേഴ്സ് പോലുള്ള ടീമുകൾ പന്ത് കൂടുതൽ പാസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കൂടുതൽ പാസ് ചെയ്യുമ്പോൾ അതിനകത്ത് കുറച്ചും കൂടി ഒരു സിസ്റ്റം, ഒരു ഓർഡർ വേണം, ഒരു പൊസിഷൻ വേണം എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ആദ്യമായിട്ട് ഫോർമേഷൻ എന്ന് പറയുന്ന സാധനം രൂപീകരിക്കപ്പെട്ടു. അന്നുണ്ടായ ആദ്യത്തെ ഫോർമേഷനാണ് 2-3-5 അഥവാ ദ പിരമിഡ് എന്ന് വിളിക്കുന്ന ആ ഒരു ഫോർമേഷൻ. അതായത് 2 ഫുൾ ബാക്കുകൾ, 3 ക്വാർട്ടർ ബാക്കുകൾ അല്ലെങ്കിൽ 3 ഹാഫ് ബാക്കുകൾ എന്ന് പറയുന്ന ആ ഒരു സെൻട്രൽ മിഡ്ഫീൽഡ് എന്ന് പറയുന്ന റീജിയണിൽ കളിക്കുന്ന 3 ഹാഫ് ബാക്കുകൾ, അതുപോലെ തന്നെ 5 ഫോർവേഡുകൾ എന്നിങ്ങനെയുള്ള ആ ഒരു 2-3-5 എന്ന് പറയുന്ന ആദ്യത്തെ ഫോർമേഷനാണ് അന്ന് വന്നത്. അത് സ്കോട്ട്ലാൻഡിലാണ് ആദ്യമായിട്ട് ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഈ കയോസ് എന്ന് പറയുന്നതിൽ നിന്ന് ഒരു സിസ്റ്റത്തിലേക്കുള്ള ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചത് സ്കോട്ട്ലാൻഡുകാരാണ്. അന്നത്തെ ഓഫ് സൈഡ് നിയമങ്ങൾ എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ബാക്കിൽ അതായത് ഏറ്റവും മുന്നിലുള്ള ഫോർവേഡ് പന്ത് റിസീവ് ചെയ്യുമ്പോൾ ആ ഫോർവേഡിന് മുന്നിൽ 3 ഡിഫൻസീവ് പ്ലേയേഴ്സ്, അതായത് ഒരു ഗോൾ കീപ്പർ അടക്കം 3 ഡിഫൻസീവ് പ്ലേയേഴ്സ് വേണം എന്നുള്ളതായിരുന്നു അന്നത്തെ ഓഫ് സൈഡ് നിയമം. അതുകൊണ്ടാണ് ഡിഫൻസിൽ 2 ഡിഫൻഡേഴ്സിനെ, 2 ഫുൾ ബാക്കിനെ വെച്ചിരിക്കുന്നത്, ഇതിൻ്റെ ബാക്കിലായിട്ട് കീപ്പറും. ഇതായിരുന്നു 2-3-5 എന്ന് പറയുന്ന ഫോർമേഷൻ്റെ ആ ഒരു 2 എന്ന് പറയുന്ന 2 ഡിഫൻഡേഴ്സിനെ ബാക്കിൽ വെക്കുന്നതിൻ്റെ ആവശ്യം. പക്ഷേ ഇത് തുടക്കത്തിൽ വളരെ നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോർമേഷൻ ആയിരുന്നു. അറ്റാക്കിനും ഡിഫൻസിനും ഒരു തരത്തിൽ ബാലൻസ്ഡ് ആക്കി വെച്ചിട്ടുള്ള ഒരു ഫോർമേഷൻ തന്നെയായിരുന്നു. പക്ഷേ 1920കളോടുകൂടി സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ഫോർമേഷൻ ഡിഫെൻസീവ്ലി എല്ലാ ടീമും ക്രാക്ക് ചെയ്യാൻ തുടങ്ങി. അതായത് എല്ലാവരും ഓഫ് സൈഡിനെ ട്രാപ്പ് ചെയ്ത് ഡിഫെൻസീവ്ലി സോളിഡ് ആവാൻ തുടങ്ങിയതോടുകൂടി തന്നെ ഗോളുകളുടെ എണ്ണം കുറഞ്ഞു. അങ്ങനെ ഗോളുകളുടെ എണ്ണം കുറഞ്ഞപ്പോൾ അന്നുണ്ടായിരുന്ന ഓർഗനൈസേഴ്സിന് അല്ലെങ്കിൽ അന്നത്തെ അസോസിയേഷന് ഒരു പുതിയ നിയമം കൊണ്ടുവരേണ്ടി വന്നു. 1925ലാണ് ആ നിയമം, അതായത് ഓഫ് സൈഡ് റൂളിൽ ഒരു മാറ്റം വന്നത്. ആ മാറ്റം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഡിഫൻഡേഴ്സിന്റെ പകരം ഏറ്റവും മുന്നിലുള്ള ഫോർവേഡ് പന്ത് റിസീവ് ചെയ്യുമ്പോൾ മുന്നിൽ 2 ഡിഫൻഡേഴ്സ് മാത്രം മതി, അതായത് ഒരു ഗോൾ കീപ്പറും പിന്നെ ഒരു ഡിഫൻഡറും, അങ്ങനെ മൊത്തം 2 ഡിഫൻഡേഴ്സ് മാത്രം മതി എന്നുള്ള രീതിയിൽ 1925 ഓഫ് സൈഡ് നിയമം മാറ്റി എഴുതി. അതോടുകൂടി 2-3-5 എന്ന് പറയുന്ന ആ ഫോർമേഷന് അതുവരെ ഉണ്ടായിരുന്ന ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാണ്ടാവുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഗോളുകളുടെ എണ്ണം കൂടുകയാണ്. ഡിഫെൻസീവ്ലി ഇത്രയും ഒരു 2 ഡിഫൻഡേഴ്സിനെ വെച്ച്, 2 ഫുൾ ബാക്സിനെ വെച്ച് ഓഫ് സൈഡ് ട്രാപ്പ് ചെയ്ത് ഡിഫെൻസീവ്ലി സോൾഡ് ആയിരുന്ന ആ ഒരു എല്ലാ തരത്തിലുള്ള ഡിഫൻസിന്റെ ഫൗണ്ടേഷനും തകരുന്ന ഒരു അവസ്ഥയാണ് പിന്നീട് കണ്ടത്. പ്രത്യേകിച്ച് സെന്റർ ഹാഫ് എന്ന് പറയുന്ന പ്ലെയറിന്റെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ തലയുടെ മേലെ കൂടെ ലോങ് ബോൾസ് വരുന്നത് കൊണ്ടുകൂടി തന്നെ ഡിഫെൻസീവ്ലി ഈ 2-3-5 എന്ന് പറയുന്ന സിസ്റ്റം 40 വർഷത്തോളം ബാലൻസ്ഡ് ആയി പോയിരുന്ന 2-3-5 സിസ്റ്റം അതോടുകൂടി ഇല്ലാണ്ടാവുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് പിന്നീട് നമ്മൾ കണ്ടത്.
ഇങ്ങനെ ഒരു പ്രശ്നം വന്നതോടുകൂടി ഈ ഒരു പുതിയതായി ഉണ്ടായ സ്പേസ്, അതായത് അതുവരെ ഉണ്ടായിരുന്ന ഓഫ്സൈഡ് ട്രാപ്പ് ബീറ്റ് ചെയ്യാൻ പറ്റാതെ ഇപ്പോൾ നിലനിൽക്കുന്ന ആ സ്പേസിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ മെയിനായിട്ട് ഉണ്ടായിരുന്നത്. അതിനൊരു ഉത്തരവുമായിട്ടാണ് ഹെർബർട്ട് ചാപ്മാൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആദ്യത്തെ മോഡേൺ ഫുട്ബോൾ മാനേജർ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ആർസണലിൻ്റെ ഫുട്ബോൾ കോച്ച് അല്ലെങ്കിൽ ഫുട്ബോൾ മാനേജറായിരുന്ന ഹെർബർട്ട് ചാപ്മാൻ വന്നത്. അദ്ദേഹം മനസ്സിലാക്കി ഈ 2-3-5 ഫോർമേഷൻ എന്ന് പറയുന്നതിന് അന്ന് ഇപ്പോൾ പുതുതായിട്ട് വന്ന ആ ഓഫ്സൈഡ് റൂൾ, അതിന് ആ ഓഫ്സൈഡ് റൂൾ കാരണം ഈ 2-3-5 ചെറിയൊരു ഡിഫെൻസീവ് ഇഷ്യൂസ് ഉണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയതുകൂടി അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മധ്യനിരയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറിനെ എടുത്ത് താഴെ ഡിഫെൻസിലേക്ക് ഇട്ടു. അങ്ങനെയാണ് രണ്ടാമതായി WM എന്ന് പറയുന്ന ഒരു ഫോർമേഷൻ നിലവിൽ വന്നത്. അപ്പോൾ മധ്യനിരയിൽ ഉണ്ടായിരുന്ന 2-3 സെന്റർ ഹാഫ് എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് ഒരാളെ എടുത്ത് ഡിഫൻസിലേക്ക് കിട്ടും. അപ്പോൾ മൊത്തം ഡിഫൻസിൽ 3 പേര് വരുന്ന ഒരു ഡിഫൻസ് ലൈനാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിൽ മൂന്നാമത്തെ ആളുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് നമ്പർ 9 അല്ലെങ്കിൽ സ്ട്രൈക്കറിനെ മാർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ മധ്യനിരയിൽ നിന്ന് ഒരാളെ താഴത്തേക്ക് ഇടുമ്പോൾ ആ ഒരു സെൻട്രൽ സ്പേസിൽ ഉണ്ടാവുന്ന സ്പേസ്, ആ ഒരു ഗ്യാപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ 5 ഫോർവേഡ് ഉണ്ടായിരുന്നതിൽ നിന്ന് 2 ഇൻസൈഡ് ഫോർവേഡ്സിനെ എടുത്ത് മിഡ്ഫീൽഡിലേക്ക് ഇട്ടു. അപ്പോൾ മിഡ്ഫീൽഡിൽ ഒരു ബോക്സ് പോലെ, അതായത് WM എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ് എഴുതുന്ന പോലെ മിഡ്ഫീൽഡിൽ ഒരു ബോക്സ് തരത്തിലുള്ള ഒരു ഫോർമേഷനാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അതായത് ബേസിക്കലി 3-2-2-3 എന്ന് പറയുന്ന ഒരു ഫോർമേഷൻ. ഇങ്ങനെ WM എന്ന് പറയുന്ന ഈ ഫോർമേഷൻ അത് ജസ്റ്റ് ഒരു ഫോർമേഷൻ മാത്രമായിരുന്നു, അല്ലെങ്കിൽ ഫുട്ബോളിനെ വ്യവസായവൽക്കരിക്കുന്ന രീതിയിൽ കൂടിയായിരുന്നു കാര്യങ്ങൾ. അന്ന് ഹെർബർട്ട് ചാപ്മാൻ പറഞ്ഞിരുന്നത് കഴിഞ്ഞ 30 വർഷമായിട്ട് പ്ലെയേഴ്സിന് എന്ത് തരത്തിൽ വേണമെങ്കിലും സ്വന്തമായിട്ട് കളിക്കാവുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇനി അതില്ല, ഇനി ഇവിടെ ഒരു സിസ്റ്റം വേണം, ആ സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് ഇനി പ്ലെയേഴ്സ് കളിക്കേണ്ടത് എന്നാണ് അന്ന് ചാപ്മാൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. ഇംഗ്ലണ്ടിൽ ചാപ്മാൻ ഈ WM ഫോർമേഷനും അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മെഷീനുമായി മുന്നോട്ട് പോകുമ്പോൾ ഹംഗറിയിലും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലും അവിടെയുള്ള സ്ട്രീറ്റ്സുകളിൽ, പ്രത്യേകിച്ച് വിയന്ന, ബുഡാപെസ്റ്റ് പോലുള്ള റീജിയനുകളിൽ അന്നത്തെ ഇംഗ്ലണ്ടിൽ നിന്ന് തന്നെയുള്ള ഒരു മാനേജറായിട്ടുള്ള ജിമ്മി ഹോഗൻ എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ അവിടെ വേറൊരു തരത്തിലുള്ള ഒരു ആശയം രൂപീകരിക്കുന്നുണ്ടായിരുന്നു. അതായത് ഫുട്ബോളിനെ സിസ്റ്റമാറ്റിക് ആവാതെ കുറച്ചുകൂടി ടെക്നിക്കലും അതിൻ്റെ പാസിങ്ങിലും മൂവ്മെൻറ്റിലും ആ ഒരു ബ്യൂട്ടി എന്ന് പറയുന്ന സാധനത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രത്യേകതരം ഒരു ശൈലി അവിടെ രൂപപ്പെട്ടുകൊണ്ടുവരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സ്ട്രിക്റ്റ് ആയിട്ടുള്ള WM എന്ന് പറയുന്ന ഒരു മെഷീൻ ഫോർമേഷനുമായിട്ടുള്ള ഇംഗ്ലണ്ടും കുറച്ചും കൂടിയും ലൂസായിട്ടുള്ള, കുറച്ചും കൂടിയും ഒഴുക്കൻ മട്ടിൽ കളിക്കുന്ന ഒരു ഓസ്ട്രിയൻ അല്ലെങ്കിൽ ഹംഗേറിയൻ സ്റ്റൈലിലുള്ള ഹംഗറി ടീമും തമ്മിൽ ഏറ്റുമുട്ടുന്നത് വെംബ്ലിയിലാണ്. 1953 നവംബർ 25 അവിടെ വെംബ്ലി സ്റ്റേഡിയത്തിൽ ഈ 2 രാജ്യങ്ങൾ തമ്മിൽ ഒരു മത്സരം നടക്കുകയാണ്. അന്ന് ഇംഗ്ലണ്ടാണെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷിലുള്ള അല്ലെങ്കിൽ ബ്രിട്ടൻ ടീമുകളുമായിട്ടല്ലാത്ത ഒരു ടീമിനായിട്ടും തോറ്റിട്ടില്ല, അതായത് ഹോം ഗ്രൗണ്ടിൽ തോറ്റിട്ടില്ല എന്നുള്ള റെക്കോർഡുമായിട്ടാണ് ഇംഗ്ലണ്ട് വരുന്നത്. പക്ഷേ ഈ കളിയിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹംഗറിയുടെ സ്ട്രൈക്കറായിട്ടുള്ള നാൻഡെ ഹിഡെഗുട്ടി എന്ന് പറയുന്ന ഒരു പ്ലെയർ ഉണ്ട്. പുള്ളിയെ സാധാരണ ഒരു സ്ട്രൈക്കറായിട്ട് ഉപയോഗിക്കാതെ, അല്ലെങ്കിൽ ഒരു സ്ട്രിക്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ സ്ട്രിക്റ്റ് സിസ്റ്റം എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാതെ അദ്ദേഹത്തെ മധ്യനിരയിലേക്ക് ഇറക്കുന്ന അല്ലെങ്കിൽ മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി കളിക്കാവുന്ന തരത്തിലുള്ള ഒരു ഫ്രീ റോള് കൊടുത്തുകൊണ്ടാണ് ഹംഗറി അന്ന് കളിച്ചത്. അപ്പോൾ അന്ന് കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കേട്ടിട്ടുള്ള ഫാൾസ് 9 എന്ന് പറയുന്ന ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു ഇതിൻ്റെ അന്നത്തെ രൂപമാണ്, 1950കളിലെ രൂപമാണ് അന്ന് കണ്ടത്. ഇപ്പം ഇംഗ്ലീഷുകാർക്ക് ആകെ ആശയക്കുഴപ്പമാണ്. കാരണം നാൻഡോ ഹിഡെഗുട്ടി മിഡ്ഫീൽഡിലേക്ക് പോയി പന്ത് റിസീവ് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തെ ഫോളോ ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു ആകെ മൊത്തത്തിലുള്ളൊരു കൺഫ്യൂഷനിൽ അന്ന് ഇംഗ്ലണ്ട് ഡിഫൻസ് മൊത്തത്തിൽ തകർന്നു പോയി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 35 ഷോട്ടുകളാണ് അന്ന് ഹംഗറി അടിച്ചു കൂട്ടിയത്. അതിൽ 5 ഗോൾ, 6 ഗോളുകൾ ഹംഗറി അടിച്ചു. 6-3 എന്നുള്ള ഒരു സ്കോറിൽ ഇംഗ്ലണ്ട് അന്ന് തോക്കുകയാണ് ചെയ്തത്. ഈ കാലഘട്ടത്തിലാണ് ബ്രസീലിൽ മറ്റൊരു തരത്തിലുള്ള ഒരു ഫുട്ബോൾ ടാക്ടിക്സ് രൂപപ്പെട്ടു വരുന്നത്. 1950 വേൾഡ് കപ്പിലേറ്റ തോൽവി ബ്രസീലിന് വളരെയധികം ക്ഷീണം ചെയ്തിരുന്നു. അവർ അതിനുശേഷം ഒരു വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഫോർമേഷനുമായിട്ടാണ് മുന്നോട്ട് വന്നത്. അതായത് സ്വാഭാവികമായ ഒരു ആക്രമണ ശൈലി കുറയ്ക്കാതെ തന്നെ ഡിഫൻസ് കുറച്ചുകൂടി സ്ട്രോങ് ആക്കുക എന്നുള്ള ഒരു ആവശ്യവുമായിട്ടാണ് ബ്രസീൽ 4-2-4 എന്ന് പറയുന്ന ഫോർമേഷനുമായിട്ട് അന്ന് 1950 ശേഷം തിരിച്ചു വന്നത്. അന്ന് ഇത് ഹംഗറി അന്ന് അതിന് മുന്നേ ഉണ്ടായിരുന്ന ശൈലിയുമായി ഏതാണ്ട് സാമ്യമുള്ളൊരു ശൈലിയാണ്. 4 ഡിഫൻഡേഴ്സ്, 2 മിഡ്ഫീൽഡേഴ്സ്, വീണ്ടും 4 അറ്റാക്കേഴ്സ് എന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് 1958 പെലെയുടെയൊക്കെ ചിറകിലേറി ബ്രസീൽ വീണ്ടും വേൾഡ് കപ്പ്
ആദ്യത്തെ വേൾഡ് കപ്പ്, ബ്രസീൽ ആദ്യത്തെ വേൾഡ് കപ്പ് സ്വന്തമാക്കിയത്. അങ്ങനെ 1970 എത്തുമ്പോഴേക്ക് ബ്രസീൽ ഈ ഒരു ഫോർമേഷൻ അല്ലെങ്കിൽ ഈ ഒരു ശൈലി എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പൂർണ്ണതയിലേക്കാണ് അന്ന് എത്തിച്ചത്. അന്ന് കോച്ചായിരുന്ന മരിയോ സഗലേൻ്റെയൊക്കെ കീഴിലുണ്ടായിരുന്ന ബ്രസീലിയൻ ടീം എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ഏറ്റവും ബെസ്റ്റ് ടീമായിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. അങ്ങനെ ആ കാലഘട്ടത്തിൽ ബ്രസീൽ അവിടെ ആക്രമണ ഫുട്ബോളാണ് കളിച്ചിരുന്നതെങ്കിൽ ഇപ്പുറത്ത് യൂറോപ്പിൽ ഇറ്റലി ഡിഫെൻസീവ് മാസ്റ്റർ മൈൻഡ് കളിയായിരുന്നു രൂപപ്പെട്ടിരുന്നത്. അന്ന് അവരുടെ ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് കെറ്റനാച്ചിയോ എന്നാണ്. അതായത് വാതിലിൻ്റെ പൂട്ട് എന്നുള്ള രീതിയിൽ അർത്ഥം വരുന്നൊരു വാക്കാണ് കെറ്റനാച്ചിയോ. അതായത് കംപ്ലീറ്റ് ഡിഫെൻസ് എന്നുള്ള രീതിയിൽ മൊത്തത്തിലങ്ങ് പൂട്ടിയിടുക എന്നുള്ള ഒരു രീതി. അതായിരുന്നു അന്ന് ഇറ്റലിയിൽ തുടക്കം കുറിച്ചത്. ഓസ്ട്രിയൻ കോച്ചായിരുന്ന കാൾ റപ്പാനാണ് ഈ ഒരു ഡിഫെൻസീവ് സ്റ്റൈല് തുടക്കമിട്ടതെങ്കിലും ഇറ്റലിയിൽ പ്രത്യേകിച്ച് അത് വളരെയധികം പ്രശസ്തമായത് ഹെലനിയോ ഹെറേറ എന്ന് പറയുന്ന ഇന്റർ മിലാന്റെ കോച്ചിലൂടെയാണ്. ആ ഇന്റർ മിലാനിലൂടെയാണ് സ്വീപ്പർ എന്ന് പറയുന്ന ഒരു റോളും ആദ്യമായിട്ടുണ്ടാവുന്നത്. അതായത് മൊത്തം ഡിഫൻഡേഴ്സിന്റെ ബാക്കിലായിട്ട് ഒരു എക്സ്ട്രാ ഡിഫൻഡർ, എല്ലാ ഡിഫൻഡേഴ്സിനെയും കവർ ചെയ്ത് വരുന്ന എല്ലാ ബോളിനെയും ക്ലിയർ ചെയ്ത് ഒഴിവാക്കുക എന്നുള്ള ഒരു റോളുമായിട്ടാണ് സ്വീപ്പർ എന്ന് പറയുന്ന ആ എക്സ്ട്രാ ഡിഫൻഡർ കളിച്ചിരുന്നത്. മറ്റ് 4 ഡിഫൻഡേഴ്സ് കൃത്യമായിട്ടുള്ള ഓപ്പണൻസിനെ, കൃത്യമായിട്ടുള്ള ഓപ്പണന്റ് അറ്റാക്കേഴ്സിനെ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് ബാക്കി 4 ഡിഫൻഡേഴ്സിന്റെ റോൾ. ഇങ്ങനെ പ്രതിരോധിച്ച് നിന്ന് എതിരാളികളെ മടുപ്പിച്ച് അവർക്ക് ഒരു ബ്രേക്ക് കിട്ടുമ്പോൾ ആ ഒരൊറ്റ ബ്രേക്കിൽ വളരെ ഫാസ്റ്റായിട്ട് കൗണ്ടർ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഈ കെറ്റനാച്ചിയോ എന്ന് പറയുന്ന ആ ഒരു ടാക്ടിക്സിന്റെ പ്രധാന അറ്റാക്കിംഗ് സോഴ്സ്. ഹെറേറയുടെ അന്നത്തെ ഇന്റർ മിലാൻ ടീം, അതായത് ലാ ഗ്രാൻഡെ ഇന്റർ എന്ന് പറയുന്ന ആ ടീം 1964-ലും 65-ലും യൂറോപ്യൻ കപ്പുകൾ നേടിയത് ഈ കെറ്റനാച്ചിയോ ഫോർമേഷനിലൂടെയാണ്. കെറ്റനാച്ചിയോ സ്ഥലം അടച്ചുപൂട്ടുന്ന ഒരു ടാക്ടിക്സ് ആയിരുന്നെങ്കിൽ ടോട്ടൽ ഫുട്ബോൾ എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള സ്ഥലത്തിനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക എന്നുള്ള ഒരു ഐഡിയയുമായി ബന്ധപ്പെട്ടിട്ടാണ് തുടക്കം കുറിച്ചത്. അത് ഹോളണ്ടിൽ, അന്നത്തെ നെതർലാൻഡ്സിൽ അയാക്സ് ടീമുകൾ അല്ലെങ്കിൽ അന്നത്തെ നെതർലാൻഡ്സിലെ ബാക്കിയുള്ള ടീമുകളും ചേർന്നിട്ടാണ് ഈ ടോട്ടൽ ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു പുതിയ തരത്തിലുള്ള ഒരു ആശയം രൂപപ്പെട്ടത്. അയാക്സിലും അതുപോലെ തന്നെ നെതർലാൻഡ്സിന്റെ കോച്ചുമായിരുന്ന റീനൽസ് മൈക്കിൾസ് എന്ന് പറയുന്ന കോച്ചിന്റെ കീഴിലാണ് മെയിനായിട്ട് ഈ ടോട്ടൽ ഫുട്ബോൾ എന്ന് പറയുന്ന കളി നമ്മൾ ഒരുപാട് കണ്ടത്. അതായത് പ്രധാനമായിട്ടും ഇതിലങ്ങനെ പ്രത്യേകിച്ചൊരു പൊസിഷൻ എന്ന് പറയാൻ പറ്റുന്നതില്ല. ഇപ്പോൾ ഡിഫൻഡേഴ്സിനെ അറ്റാക്ക് ചെയ്യാം, അറ്റാക്കേഴ്സിനെ ഡിഫെൻഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ മൊത്തത്തിൽ എല്ലാവരും എല്ലാ റോളുകളും ചെയ്യുക എന്നുള്ളതാണ് ടോട്ടൽ ഫുട്ബോളിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു ഐഡിയ. ഇപ്പം ഇങ്ങനെ പൊസിഷൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, അതായത് അറ്റാക്ക് ചെയ്യുന്നവർ ഡിഫെൻഡ് ചെയ്യുന്നു, ഡിഫെൻഡ് ചെയ്യുന്നവർ അറ്റാക്കിങ് ചെയ്യുന്നു എന്ന് പറയുന്ന രീതിയിൽ പ്ലേയേഴ്സിൻ്റെ പൊസിഷൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓപ്പണൻസിന് ആരെ മാർക്ക് ചെയ്യണം, എങ്ങനെ മാർക്ക് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരുപാട് കൺഫ്യൂഷൻ വരും. അതുപോലെ തന്നെ പ്രസ്സിംഗ് എന്ന് പറയുന്ന രീതിയുടെ ആ ഒരു തുടക്കം അവിടെയും അതും ഈ ടോട്ടൽ ഫുട്ബോളിലാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. പന്ത് എപ്പോൾ നഷ്ടപ്പെടുന്നു, ഒരു 3, 4, 5 പ്ലേയേഴ്സ് എല്ലാം കൂടെ ചേർന്നിട്ടാണ് അവിടെ പ്രസ് ചെയ്തിരുന്നത്. ഒരു ചെന്നായക്കൂട്ടം വേട്ടയാടുന്ന പോലെ അത്ര ഹാർഡായിട്ട് അവിടെ ഒരു പ്രസ്സിങ്ങും നടക്കുമായിരുന്നു. അതുപോലെ തന്നെ ഓഫ് സൈഡ് ലൈനിൻ്റെയൊക്കെ തുടക്കഘട്ടം എന്ന് പറയുന്നത്, അതായത് ഓഫ് സൈഡ് ട്രാപ്പ് എന്നൊക്കെ പറയുന്ന ആ ഒരു തുടക്കം, ഇന്ന് കാണുന്ന ഹൈ ലൈൻ ഡിഫൻസ് എന്നൊക്കെ പറയുന്ന ആ ഒരു സാധനം, അതൊക്കെ ആദ്യമായിട്ട് വന്നത് ഈ പറഞ്ഞ ടോട്ടൽ ഫുട്ബോളിലാണ്. 1974 വേൾഡ് കപ്പിൽ നെതർലാൻഡ്സ് തോറ്റെങ്കിലും ഈ ടോട്ടൽ ഫുട്ബോൾ എന്ന് പറയുന്നത് അതിനുശേഷം മോഡേൺ ഫുട്ബോളിന് വളരെയധികം അടിത്തറയായി മാറിയ ഒരു ഫോർമേഷനാണ്, അല്ലെങ്കിൽ ഒരു സിസ്റ്റമാണ് ടോട്ടൽ ഫുട്ബോൾ. ഇന്നും ഇപ്പോൾ ബാഴ്സലോണ പോലുള്ള ടീമുകളോ അല്ലെങ്കിൽ ഗാർഡിയോള പോലുള്ള കോച്ചസിൻ്റെയോ ഫിലോസഫിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ടോട്ടൽ ഫുട്ബോളിൽ നിന്നാണ്. 1980-കൾ വരെ ഇറ്റലിയിൽ കെറ്റനാച്ചിയോ ഫോർമേഷൻ അല്ലെങ്കിൽ കെറ്റനാച്ചിയോ സിസ്റ്റം ആയിരുന്നു പ്രധാനമായി നിന്നിരുന്നെങ്കിൽ അന്ന് ഇറ്റലിയിൽ അതുവരെ പ്രൊഫഷണൽ ഫുട്ബോൾ എന്ന് പറയുന്ന സാധനം കളിച്ചിട്ടേ ഇല്ലാത്ത അരിഗോ സാക്കി എന്ന് പറയുന്ന ഒരു ഷൂ സെയിൽസ്മാൻ ഇറ്റാലിയൻ ഫുട്ബോളിലെ വമ്പന്മാരായ AC മിലാന്റെ കോച്ചായി വന്നതോടുകൂടിയാണ് അവിടെ വേറൊരു തരത്തിലുള്ള ഒരു സിസ്റ്റം ഉണ്ടായത്. അദ്ദേഹം വന്നതോടുകൂടി ഈ ലിബേറോ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു ഫ്രീ എക്സ്ട്രാ ഡിഫൻഡർ എന്ന് പറയുന്ന ഒരു പൊസിഷൻ എടുത്ത് കളഞ്ഞ് അവിടെ സോണൽ മാർക്കിങ്ങും അതുപോലെ തന്നെ ഹൈ പ്രസ്സിങ്ങും കൊണ്ടുവന്ന് ഡിഫെൻസീവിനെ മൊത്തത്തിൽ ഫുട്ബോൾ ഡിഫെൻഡിങ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിന് മൊത്തത്തിലൊന്ന് മാറ്റി എഴുതിയ ആളാണ് അരിഗോ സാക്കി. അരിഗോ സാക്കിയുടെ പ്രധാനമായ ആശയം എന്ന് പറയുന്നത് മൊത്തം ലൈൻ, അതായത് ഫോർവേഡ് ടു ഡിഫൻസ് ലൈൻ എന്ന് പറയുന്നത് 25 മീറ്ററിൻ്റെ അപ്പുറത്തേക്ക് പോകരുത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആ ഒരു 25 മീറ്ററിനുള്ളിൽ വെച്ചിട്ട് ഡിഫൻസ് ഓപ്പോസിഷൻ പ്ലേയേഴ്സിനെ ഞെരുക്കി
ശ്വാസം മുട്ടിച്ച് ബോൾ എടുക്കുക എന്നുള്ളതായിരുന്നു പുള്ളിയുടെ ഏറ്റവും മെയിൻ തന്ത്രം. ഈ അരിഗോ സാക്കിയുടെ AC മിലാൻ 1989-ലും 90-ലുമൊക്കെയാണ് വളരെയധികം ഫേമസ് ആവുന്നത്. 1989 യൂറോപ്യൻ കപ്പിന്റെ സെമി ഫൈനലിൽ റയൽ മാഡ്രിഡിനെ 5-0 അടിച്ച് തോൽപ്പിക്കുകയും അതുപോലെ തന്നെ 1989-ലും 90-ലും യൂറോപ്യൻ കപ്പ് ചാമ്പ്യന്മാരാവുകയും ചെയ്തതോടുകൂടി തന്നെയാണ് ഈ ഒരു സ്റ്റൈൽ ഓഫ് ഗെയിം, അതായത് സ്പേസിനെ മൊത്തത്തിൽ അങ്ങ് ഇല്ലാണ്ടാക്കി കംപ്ലീറ്റ്ലി ഡിഫെൻഡ് ചെയ്യുമ്പോൾ സ്പേസ് വളരെയധികം ചുരുക്കുക എന്ന് പറയുന്ന ആ ഒരു സോണൽ മാർക്കിങ്ങും അതുപോലെ തന്നെ ഹൈ പ്രസ്സിങ്ങും ഹൈ ലൈനും എല്ലാം കൂടെ ചേരുന്ന ഒരു പ്രത്യേകതരം ഡിഫെൻഡിങ് സ്റ്റൈൽ ഈ അരിഗോ സാക്കിയുടെ AC മിലാനിലൂടെയാണ് 1989-90 കാലഘട്ടത്തിൽ വളരെയധികം ഫേമസ് ആയത്. അതിനുശേഷം 1990-കളിലൊക്കെ ഇംഗ്ലീഷ് ഫുട്ബോൾ വീണ്ടും വളരെ സജീവമായി വന്നിരുന്ന ഒരു സമയമായിരുന്നു. അന്ന് പ്രധാനമായിട്ടും ഇംഗ്ലീഷ് ഫുട്ബോളിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത് 4-4-2 ഫോർമേഷനാണ്. ഇപ്പോഴും ഫോർമേഷനുകളുടെ ഏറ്റവും ബേസ് അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ അല്ലെങ്കിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ഫോർമേഷനായിട്ട് കണക്കാക്കുന്നത് 4-4-2 ഫോർമേഷനാണ്. പ്രത്യേകിച്ച് ഡിഫെൻഡിങ് സിറ്റുവേഷനിലൊക്കെ 4 ഡിഫൻഡേഴ്സും 4 മിഡ്ഫീൽഡേഴ്സ് 2 സ്ട്രൈക്കേഴ്സ് എന്നുള്ള രീതിയിൽ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോർമേഷനായിട്ടാണ് ഈ പറഞ്ഞ 4-4-2നെ ഇംഗ്ലീഷ് ഫുട്ബോൾ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഫുട്ബോളിലാണ് ഈ 4-4-2 ഫോർമേഷൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രചാരം നേടിയത്. അതിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അലക്സ് ഫെർഗൂസന്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒക്കെ ഒരുപാട് കാലം അവിടെ പ്ലേയേഴ്സ് പലരും വന്നു പോയിട്ടുണ്ടെങ്കിലും ഒരുപാട് കാലം ഏതാണ്ട് 10 പതിറ്റാണ്ടുകളോളം 4-4-2 എന്ന് പറയുന്ന ഫോർമേഷനിലൂടെയാണ് ഇംഗ്ലീഷ് ഫുട്ബോൾ അടക്കി വന്നത്. എന്നാൽ 2000-ന് ശേഷം ജോസെ മൊറീഞ്ഞോ ഇംഗ്ലണ്ടിലേക്ക് എത്തിയതോടുകൂടിയാണ് ഈ 4-4-2 ഫോർമേഷൻ എന്ന് പറയുന്നത് പതുക്കെ ഇല്ലാതായത്. അദ്ദേഹം FC പോർട്ടോയിൽ നിന്ന് ചെൽസിയുടെ മാനേജറായി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ എത്തിയതോടുകൂടി അദ്ദേഹം ഉപയോഗിച്ചത് 4-3-3 എന്ന് പറയുന്ന ഒരു ഫോർമേഷനാണ്. അതിൽ തന്നെ പ്രത്യേകം ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ക്ലോഡിയോ മക്കലേലെ എന്ന് പറയുന്ന പ്ലെയറിനെയും കൊണ്ടുവന്ന് ഒരു മക്കലേലെ പൊസിഷനും ക്രിയേറ്റ് ചെയ്തിട്ട്, അതായത് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഒരു പ്ലെയറിനെ ഇട്ടിട്ട് ഓപ്പണന്റ് അറ്റാക്കേഴ്സിനെ എല്ലാത്തിനെയും തകർക്കുക, മിഡ്ഫീൽഡിലിട്ട് തകർക്കുക എന്നുള്ള ഒരു ഐഡിയയുമായിട്ട് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിനെയും കൊണ്ടുവന്ന് 4-3-3 ഫോർമേഷൻ ഉപയോഗിച്ച് ഒരുപാട് സക്സസ്, അതായത് ബാക്ക് ടു ബാക്ക് പ്രീമിയർ ലീഗും FA കപ്പും ലീഗ് കപ്പൊക്കെ നേടിയെടുത്തോടുകൂടി തന്നെ അതിനുശേഷം ഈ 4-4-2 എന്ന് പറയുന്ന ഫോർമേഷൻ പതുക്കെ ഇംഗ്ലീഷ് ഫുട്ബോളിൽ അല്ലെങ്കിൽ വേൾഡ് ഫുട്ബോളിൽ തന്നെ 4-3-3 എന്ന് പറയുന്ന ഒരു ഫോർമേഷനിലേക്ക് മാറുകയാണ് ചെയ്തത്. ജോസെ മൊറീഞ്ഞോ 4-3-3 എന്ന് പറയുന്ന ഫോർമേഷൻ കുറച്ചുകൂടി ഡിഫെൻസീവ് ആയിട്ടാണ് ഉപയോഗിച്ചതെങ്കിൽ അതേ 4-3-3 ഫോർമേഷനെ 2008, 9, 10 കാലഘട്ടങ്ങളിലൊക്കെ പെപ് ഗാർഡിയോള എന്ന് പറയുന്ന കോച്ച് കുറച്ചുകൂടി വളരെയധികം അറ്റാക്കിംഗ് ആയിട്ടാണ് യൂസ് ചെയ്തത്. പന്ത് ഹോൾഡ് ചെയ്ത് കളിക്കുക എന്ന് പറയുന്ന ആ ഒരു ഡച്ച് ടോട്ടൽ ഫുട്ബോൾ രീതിയെ കുറച്ചും കൂടിയും എക്സ്ട്രീമിലേക്ക് കൊണ്ടുവന്ന് ടിക്കി ടാക്ക എന്ന് പറയുന്ന സ്റ്റൈലിലേക്കൊക്കെ കൊണ്ടുവന്ന് ഗാർഡിയോള ഈ 4-3-3 ഫോർമേഷൻ ഉപയോഗിച്ചിട്ട് തന്നെ വളരെയധികം അറ്റാക്കിംഗ് സ്റ്റൈലിലാണ് ബാഴ്സലോണ ടീമിനെയും വെച്ചിട്ട് ഒരുപാട്, പ്രത്യേകിച്ച് ഒരു സെക്സ്റ്റപ്പിൾ എന്ന് പറയുന്ന, അതായത് 6 കപ്പ് വരെ ഒരു സീസണിൽ അടിച്ചു കൂട്ടിയ ഒരു കാര്യം വരെ നമ്മൾ കണ്ടതാണ്. അതിൽ തന്നെ പ്രത്യേകം പറയേണ്ടത് ലയണൽ മെസ്സി എന്ന് പറയുന്ന പ്ലെയറിനെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ഫോൾസ് 9 എന്ന് പറയുന്ന ഒരു സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഹംഗേറിയൻ പ്ലെയർ ആയിരുന്ന ഹിഡക്കുട്ടി യൂസ് ചെയ്തിരുന്ന അതേ സാധനം, അദ്ദേഹത്തെ ഉപയോഗിച്ച് ചെയ്തിരുന്ന ഹംഗേറിയൻ സ്റ്റൈലിന്റെ പുനരാവിഷ്കരണം എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ആ ഒരു ഫോൾസ് 9ന്റെ ഒരു രണ്ടാമത്തെ രീതി എന്ന് പറയുന്ന രീതിയിൽ ആണ് ലയണൽ മെസ്സിയെ ഉപയോഗിച്ചുകൊണ്ട് പെപ് ഗാർഡിയോള നടത്തിയത്. ബാർസലോണയുടെ ഈ ഒരു പൊസിഷൻ ബേസ്ഡ് അറ്റാക്കിംഗ് 4-3-3 ഒരു ശാന്തമായൊരു മ്യൂസിക്, ഒരു ലൈറ്റ് മെലഡി മ്യൂസിക് പോലെയാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ അതേ 4-3-3 പൊസിഷൻ ബേസ്ഡ് സ്റ്റൈൽ ഉപയോഗിക്കുന്ന ജർഗൻ ക്ലോപ്പിന്റെ അന്നത്തെ ബൊറൂസിയ ഡോർട്ട്മുണ്ടും അതിനുശേഷം ലിവർപൂളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മ്യൂസിക് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു ഹൈ മെറ്റാലിക് എന്ന് പറയുന്ന രീതിയിലേക്ക് മാറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് പന്ത് എപ്പോൾ ലൂസ് ചെയ്യുന്നു അപ്പോൾ പ്രസ് ചെയ്യുക, ഹൈ എനർജറ്റിക് ആയിട്ട് ഫോർവേഡ് ലൈൻസ് പ്രത്യേകിച്ച് അറ്റാക്കിംഗ് പ്ലേയേഴ്സൊക്കെ ഓപ്പണന്റ് ഡിഫൻഡേഴ്സിനെ ഹൈലി അഗ്രസീവായിട്ട് പ്രസ് ചെയ്ത് കളിക്കുന്ന ഒരു ഗീഗൻ പ്രസ്സിങ് എന്ന് പറയുന്ന സ്റ്റൈലുമായിട്ട് നമ്മൾ ജർഗൻ ക്ലോപ്പ് വരുന്നത് പിന്നീട് കണ്ടിട്ടുണ്ട്. ജർഗൻ ക്ലോപ്പ് തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും മികച്ച അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഗീഗൻ പ്രസ്സിംഗ് ആണെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞൊരു 2 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകതരം ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് വിങ് ബാക്സിനെ കുറച്ച് മിഡ്ഫീൽഡിലേക്ക് കൊണ്ടുവന്ന് ഇൻവേർട്ട് ചെയ്ത് കളിപ്പിക്കുക എന്നുള്ള രീതിയിൽ, ഒരു ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് എന്നുള്ള രീതിയിൽ
ഉള്ള പുതിയ തരത്തിലുള്ള ഒരു ടാക്ടിക്കൽ ചേഞ്ച് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫോർമേഷൻ ഈ കളിക്കുന്നതിനിടയിൽ 4-3-3 സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും രണ്ട് വിങ് ബാക്സിനെ മിഡ്ഫീൽഡിലേക്ക് ഇൻവേർട്ട് ചെയ്ത് ഹോൾഡിംഗ് മിഡ്ഫീൽഡറിനെ താഴത്തേക്കാക്കുന്ന ആ ഒരു സ്റ്റൈൽ ഇൻ പൊസഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4-3-3 മാറി 3-2-2-3 എന്നുള്ള ഒരു ഫോർമേഷനിലേക്ക് മാറി, അല്ലെങ്കിൽ 3-2-5 എന്ന് പറയുന്ന ആ ഒരു ഫോർമേഷനിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതേ സാധനം തന്നെയാണ് ഹെർബർട്ട് ചാപ്മാൻ പണ്ട് യൂസ് ചെയ്തിരുന്ന WM എന്ന് പറയുന്ന ഫോർമേഷൻ. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുട്ബോളിൻ്റെ ടാക്ടിക്സ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു പ്രശ്ന പരിഹാരത്തിൻ്റെ ഒരു ഹിസ്റ്ററി കൂടിയാണ്. അതായത് ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോവാം എന്നുള്ള ഒരു പ്രശ്നപരിഹാരത്തിൻ്റെ ഒരു രീതി പോലെയാണ് നമുക്ക് ഫുട്ബോൾ ടാക്ടിക്സിൻ്റെ എവല്യൂഷൻ കാണാൻ പറ്റുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ ഈ പറഞ്ഞ കയോട്ടിക് ഫുട്ബോൾ ആയിരുന്നു, പ്രത്യേകിച്ച് ഒരു ഓർഡറോ ഒന്നുമില്ലാത്തൊരു കയോട്ടിക് ഫുട്ബോൾ. പന്ത് കിട്ടുന്ന ആൾ പന്ത് തൊട്ട് ഓടുക, അറ്റാക്ക് ചെയ്യുക, അത് ലൂസ് ചെയ്ത് അടുത്ത ആളെടുത്ത് വീണ്ടും അറ്റാക്ക് ചെയ്യുക, ഓടുക, ഡ്രിബിൾ ചെയ്യുക എന്നുള്ള രീതിയിൽ നിന്ന് പതുക്കെ സ്കോട്ടിഷ് ഫുട്ബോൾ പ്ലേയേഴ്സും ടീമും മാനേജേഴ്സും എല്ലാം കൂടെ ചേർന്ന് അതിന് കുറച്ചും കൂടി ഒരു ഓർഡർ കൊടുക്കാമെന്നുള്ള രീതിയിൽ 2-3-5 എന്ന് പറയുന്ന ഫോർമേഷനുമായിട്ട് വന്നു. ഈ 2-3-5 ഒരു ഓഫ് സൈഡ് റൂൾ മാറിയതോടുകൂടി തന്നെ ഈ 2-3-5 ശരിയാവുന്നില്ല എന്ന് കണ്ടിട്ടാണ് 2-3-5 നിന്ന് WM-ലേക്ക് മാറിയത്. ഈ WM-ൽ നിന്നാണ് ഹംഗേറിയൻ കുറച്ചും കൂടി ഒരു അറ്റാക്കിംഗ് സ്റ്റൈലായിട്ടുള്ള ഒരു ഫ്രീ ഫ്രീ നമ്പർ 9 എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിലൊക്കെ കളിക്കുന്ന രീതി കുറച്ചും കൂടി അറ്റാക്കിംഗ് ആയിട്ട് കുറച്ചും കൂടി ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള ഒരു ഫുട്ബോളിലേക്ക് അവിടെ മാറിയത്. അതിനെ ഏതാണ്ട് അതുപോലെ തന്നെ നോക്കി കണ്ടിട്ടാണ് നമ്മൾ ബ്രസീലിൽ നിന്ന് 4-2-4 എന്ന് പറയുന്ന ഫോർമേഷനും അതിൻ്റെ തരത്തിലുള്ള അറ്റാക്കിംഗ് ഫുട്ബോളും ഒക്കെ വന്നത്. അവിടെ നിന്നാണ് ആ ഒരു അറ്റാക്കിംഗ് ഫുട്ബോളിനെ മറികടക്കാൻ വേണ്ടി ഇറ്റലിയിൽ പ്രത്യേകിച്ച് കെറ്റനാച്ചിയോ പോലത്തെ ഫോർമേഷൻസും അതുപോലെ തന്നെ കെറ്റനാച്ചിയോ പോലത്തെ സിസ്റ്റം, പ്രത്യേകിച്ച് ലിബേറോ എന്ന് പറയുന്ന ഡിഫൻഡറിനൊക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡിഫെൻസീവ് സ്റ്റൈല് രൂപപ്പെട്ടത്. ആ ഡിഫെൻസീവ് സ്റ്റൈലിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടോട്ടൽ ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു അറ്റാക്കിംഗ് ഫുട്ബോളിൻ്റെ അല്ലെങ്കിൽ ഒരു പൊസഷൻ ബേസ്ഡ് ഫുട്ബോളിൻ്റെ ഒരു പുതിയ ടാക്ടിക്കൽ ഇന്നോവേഷനുമായിട്ട് ഹോളണ്ടുകാർ ഇറക്കിയത്. ഇതേ ഹോളണ്ടിനെ കുറച്ചും കൂടി ഒന്ന് നല്ല രീതിയിൽ ചെറുത്ത് തോൽപ്പിക്കാൻ, അതേ ഈ പ്രസ്സിങ്ങും അതുപോലെ തന്നെ ഹൈലൈൻ ഡിഫൻസും എല്ലാമുള്ള ഒരു സാധനത്തിന് കുറച്ചും കൂടി ഒന്ന് സ്റ്റൈൽ മാറ്റി ആണ് അരിഗോ സാക്കി ഇറ്റലിയിൽ വീണ്ടും കുറച്ചും കൂടി ഡിഫൻസീവ് ഫുട്ബോൾ തന്നെ, പക്ഷെ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ ഹൈലൈനും ഹൈ പ്രസ്സിങ്ങും സ്പേസ് കുറയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അരിഗോ സാക്കി എന്ന് പറയുന്ന ഇറ്റാലിയൻ ഫുട്ബോൾ മാനേജർ AC മിലാനെ ചാമ്പ്യൻഷിപ്പുകളും കാര്യങ്ങളും എടുത്തു കൊടുത്തത്. അവിടെ നിന്നാണ് മോഡേൺ ഫുട്ബോളിലേക്ക് വരുമ്പോൾ 4-2-4 എന്ന് പറയുന്നത് മാറി 4-4-2 എന്നായി മാറിയതും അവിടെ നിന്ന് 4-3-3 ആയി മാറിയതും. അത് ജോസെ മൊറീഞ്ഞോയുടെ 4-3-3 ഡിഫൻസിൽ നിന്ന് പെപ് ഗാർഡിയോളയുടെ 4-3-3 കുറച്ചുകൂടി പൊസഷൻ ബേസ്ഡ് ആയിട്ട് മാറുകയും ആ പൊസഷൻ ബേസ്ഡ് ഫോർമേഷനിൽ നിന്ന് വീണ്ടും കുറച്ചുകൂടി ഹൈ മെറ്റാലിക് ആയിട്ട് വളരെയധികം ഫാസ്റ്റ് ആയിട്ടുള്ള ഡയറക്റ്റ് കൗണ്ടർ പ്രസ്സിംഗ് പ്ലസ് ഡയറക്റ്റ് ഫുട്ബോൾ ആയിട്ടുള്ള ലിവർപൂളിൻ്റെ അല്ലെങ്കിൽ ജെർഗൻ ക്ലോപ്പിൻ്റെ ഒരു ഗീഗൻ പ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ വന്നത്. അങ്ങനെ ഫുട്ബോൾ എന്ന് പറയുന്നത് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് പരിഹരിച്ചും മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ആവശ്യമായിട്ടാണ് ഫുട്ബോളിൽ ഓരോ തവണയും ടാക്ടിക്കൽ ഇന്നോവേഷൻസ് വരുന്നത്. ഇപ്പോൾ ഇൻവേർട്ടിംഗ് ദ പിരമിഡ് എന്ന് പറയുന്ന ജൊനാഥൻ വിൽസന്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന പോലെ തികവുറ്റ ഒരു ഫോർമേഷനോ അല്ലെങ്കിൽ തികവുറ്റ ഒരു സിസ്റ്റത്തിനോ വേണ്ടിയുള്ള അന്വേഷണം ഫുട്ബോളിൽ ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഫുട്ബോൾ കളിക്കുന്ന ആ ഒരു ഗ്രൗണ്ടിന്റെ അളവിനോ കളിക്കുന്ന ബോളിനോ കളിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിലോ മാറ്റമൊന്നും വന്നില്ലെങ്കിലും ഈ ഫുട്ബോൾ എന്ന് പറയുന്ന കളിയുടെ ഉള്ളിലുള്ള ഈ അദൃശ്യമായ യുദ്ധം അത് അവസാനിക്കുന്നില്ല. സ്പേസിനും ടൈമിനും വേണ്ടിയിട്ടുള്ള ഈ അദൃശ്യമായ ആ യുദ്ധം, ആ ബാറ്റിൽ ഓഫ് സ്പേസ് ഒരിക്കലും ഇനി തീരുന്നില്ല. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. കുറച്ച് പഴയ കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടേയിരിക്കും. പഴയ ഐഡിയാസ് തിരിച്ചു വന്നുകൊണ്ടിരിക്കും. ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. നന്ദി.